ഹലോ ഗൈസ്, നിങ്ങൾ ദുബായ്ക്കാരാണെങ്കിൽ ഈ വീഡിയോ ഫസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഈ ബോർഡ് ഒന്ന് വായിച്ചോളൂ. ഇത് അൽക്കേൽ റോഡിൽ നിന്ന് കാർഗോ വില്ലേജ് ദേറ വരെ എത്താവുന്ന വേണേ അതിലിട്ടേക്കണത്. ദുബായ് പ്രോ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടല്ല ഞാനിടുന്നത് ആവറേജ് ആൻഡ് സ്റ്റാർട്ടേഴ്സിന് ആൾക്കാരുടെ അടുത്താണ്. പ്രോ ഡ്രൈവേഴ്സിനെ അറിയും ഇതൊക്കെ. പിന്നെ നാട്ടിലെ പ്രേക്ഷകർക്ക് ഇടുന്നത് ദുബായ് അവർക്ക് നേരിട്ട് കാണാം. നാട്ടിലിരുന്നുകൊണ്ട് ദുബായ് റോഡ്സിനെ കുറിച്ച് മനസ്സിലാക്കാം, എങ്ങനെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്, എങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഡയറക്റ്റ് വീഡിയോ ആണ് ഇടുന്നത്. ഒരു എന്നിട്ട് അറ്റം വരെ സ്റ്റോപ്പില്ലാത്ത രീതി ആ സിഗ്നൽസ് മാത്രമാണ് ഞാൻ കുറച്ച് സമയം വേസ്റ്റ് ആവുന്നത്. അത് കട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. മിക്കതും എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് അൽക്കേൽ റോഡ് ടു കാർഗോ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുബായ് എയർപോർട്ടിൻ്റെ ഒരു അറ്റഭാഗമാണ്. അപ്പോൾ ദേറയുടെ അടുത്തെത്തി. അവിടെ വരെയുള്ള റോഡാണ്. അൽക്കേൽ റോഡിൽ സാലിക്ക് കട്ട് ചെയ്തിട്ട് പോണ ഒരു വഴിയാണിത്. നിങ്ങൾക്ക് അറിയും, ലത്തീഫ ബിൻ റോഡൊക്കെയുള്ള എക്സിറ്റിന് അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് പേരെ അവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സാലിക്ക് ഉണ്ടാവും, പുതിയ സാലിക്ക്. അതല്ലാണ്ട് റൈറ്റോട്ട് പോവാം. ഊദ്മേത്ത ഹത്ത റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റോഡ് വരും. ആ റോഡിലോട്ട് കയറിയിട്ട് സാധാരണ എല്ലാവരും സ്ട്രെയിറ്റ് പോയിട്ടാണ് പോവുക. നല്ല ബ്ലോക്ക് ഉണ്ട് ഈ സമയത്ത്. ഇപ്പോൾ അതിൻ്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ റാസൽ ഗോർ എക്സിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് നേരെ ചെല്ലുമ്പോൾ ഒരു ക്രീക്ക് ഹാർബർ, ദുബായ് ക്രീക്ക് ഹാർബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണും. ആ ബോർഡിൽ ഉള്ളോടെ എടുത്തിട്ടുള്ള വഴിയാണിത്. ഇതിപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഒരു പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, മറീന പോലെ. ക്രീക്ക് മറീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാളുണ്ട്. പിന്നെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളൊക്കെ അതിൻ്റെ ഉള്ളോടെ പോയിട്ട് അറ്റത്താണ്. ഈ വഴി ഒരു ഷോർട്ട് കട്ട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ 40 റോഡാണ്, 60 വരെ പോകാം. പക്ഷേ ക്യാമറ ഒന്നുമില്ല. ഈ റോഡിൽ പണി നല്ലോണം നടക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമാണ് ഈ റോഡ്. ഇതൊരു ചെറിയൊരു കട്ടാണ്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പഠിച്ചു റോഡ്. ഞാൻ മുന്നൊക്കെ പോകുമ്പോൾ ആരും വരാറില്ല ഈ റോട്ടോടൊന്നും. ഇപ്പോൾ പോകുമ്പോൾ തിരക്കായി അടിക്കുന്നുണ്ട് പീക്ക് ടൈമിൽ. മറ്റത് നേരിട്ട് ഇങ്ങനെ നേരെ പോയി നാദൽ ഹമർ അങ്ങനെ 311 വഴി ദേറയ്ക്ക് കയറുന്ന ആൾക്കാരനാളും ഇപ്പോൾ ഇതിലൂടെ കയറിയിട്ടുണ്ട്. ദേറയിലേക്ക് കയറാം ഈ വഴി. ദേറ ഇത് കുറച്ച് ഉള്ളിലൂടെ പോകുന്നുള്ളൂ. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് സാറ്. പുതിയ ബിൽഡിങ്ങൾ ഓൾമോസ്റ്റ് പണി നല്ല നടക്കുന്നുണ്ട്. ഉള്ളിലൂടെ പോകുന്നുണ്ട്. ക്രീക്ക് ബീച്ച്, ക്രീക്ക് ഹാർബർ, ഇവിടെ ബോട്ടിലൊക്കെ പറയുന്ന ക്രീക്കില്ല, അതന്നെ സ്ഥലം. അതിൻ്റെ ഉള്ളിലോട്ടുള്ള വഴി. ഇവിടെ വലിയ അഡ്രസ് ഹോട്ടൽ അങ്ങനെ സെറ്റപ്പ് പരിപാടികളുണ്ട്. ഇത് നാട്ടിലെ ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് സ്ഥലം. ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോഡ്സ് ഇട്ടിട്ടുള്ളത്. മെയിനായിട്ട് റോഡ്സ് മനസ്സിലാക്കാനായിട്ട്. സാധാരണ ആൾക്കാർ ഇങ്ങനെ അൽക്കേലോട്ട് സ്ട്രെയിറ്റ് അങ്ങനെ പോയിട്ട് വേറെ വഴി കയറാം. ഇതൊരു ചെറിയൊരു വഴി ഗ്യാപ്പുള്ള ക്രീക്ക് റോഡോട് കയറിയിട്ട് ഡയറക്റ്റ് എത്താൻ പറ്റും. കാർഗോ വില്ലേജിലേക്ക് പോകാനാണ് ഞാൻ മെയിൻലി അത് യൂസ് ചെയ്യാറ്. അൽക്കൂസ് ടു കാർഗോ വില്ലേജ്. കാർഗോ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. നല്ല ബ്ലോക്ക് ഉണ്ടാവും ആ ഭാഗത്തൊക്കെ. ഇത് കാർഗോ വില്ലേജ് വരെയുള്ള വഴി ഇട്ടിട്ടുള്ളൂ. ഞാൻ ബൈക്കിലാണ് പോകുന്നത്. ഇതാണ്, ഇവിടുന്ന് റൈറ്റ് പോകും. നിങ്ങൾ ചെറിയ വഴിയാണ്, 2 ചെറിയ റോഡായിട്ടുള്ള വഴിയാണ്. പക്ഷേ കാണാൻ നല്ല രസമുള്ള റോഡാണ്. എൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കാണുന്നത് 2 ഡിഫറെൻറ്റ് റോഡാണ്. മറീന സൈഡിലൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ചെറിയ ഫീലുണ്ട് ഇവിടെ. പിന്നെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്ക് പോകാനും എളുപ്പം ഈ വഴിയാണ്. നമ്മൾ സാധാരണ മെയിൻ യൂസ് ചെയ്യുന്ന 2 വഴികളാണ് ഈ അൽക്കേൽ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സാലിക്ക് കൊടുക്കാതെ കയറാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അപ്പുറത്ത് 311 ഉണ്ട്, അത് നല്ല തിരക്കാണ്. അതിൻ്റെ അപ്പുറത്ത് 611 ഉണ്ട്, അതാണ് പാരലായിട്ടുള്ള റോഡുകൾ സാലിക്കില്ലാത്ത. പിന്നെ ഒരു റോഡ് കൂടി ഉണ്ട്, അത് അൽവാസൽ സ്ട്രീറ്റാണ്. ജുമേറ ബീച്ചിന് എടുത്തോടേക്കുള്ള റോഡ്. ആ വഴി നേരെ കയറി ഇൻഫിനിറ്റി ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സാലിക്കുണ്ടാവില്ല. മെയിൻലി സാലിക്കുള്ള റോഡ് അതിൻ്റെ 2ൻ്റെയൊക്കെ ഇടയിലുള്ള E11 ആണ്. ഷെയ്ഖ് സായിദ് റോഡിലാണ് മെയിൻ സാലിക്കുള്ളത്. ഗർഹൂദിലൊരു സാലിക്കുണ്ട്, പിന്നെ അൽബക്തൂമിലൊരു സാലിക്കുണ്ട്. അത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ദേറയ്ക്ക് എത്താനായിട്ട് മുന്നൊക്കെ നമ്മൾ ഫെസ്റ്റിവൽ ബ്രിഡ്ജ് വഴിയൊക്കെ ഫ്രീ ആയിട്ട് കയറിയിരുന്നത്. ഞാനിപ്പോൾ വേറെ റൂട്ടിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഈ വഴി ദേറയ്ക്ക് കയറാം. നല്ല ബ്ലോക്ക് ടൈമിലൊക്കെ ഈ വഴിയിലും ബ്ലോക്ക് ഉണ്ട് കേട്ടോ. 311 നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ബ്ലോക്ക് ഉണ്ടാവുന്നു. ഇത് ഉള്ളിയോടെ പോകാം. ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. 40 റോഡാണ്. നല്ല സൂപ്പർ ഇന്നോവേഷൻ വർക്ക്സ് ഉണ്ട് ഇവിടെ, അത് കാണാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് 13 മിനിറ്റാണ്. 13 മിനിറ്റ് ബിക്കോസ് അത്ര സമയം എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എത്താനായിട്ട്. ഫുള്ള് വ്യൂ റൂട്ട് ഇടുന്നുണ്ട്.
പിന്നെ സിഗ്നൽസ് മാത്രമാണ് കട്ട് ചെയ്തിടുന്നത്. സിഗ്നൽസിൽ അവിടെ നിൽക്കേണ്ട 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം എനിക്ക് എടുത്തിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 17 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ളൂ ഇവിടുന്ന് എത്താനുള്ള. ഇത് ഈവനിങ് ടൈമിലാണ്, അത്ര ബ്ലോക്കില്ല സമയത്തൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലം. അവിടെ ബീച്ചൊക്കെ ഉണ്ടാവാന്നേ ഉള്ളൂ. ഞാൻ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല. നിങ്ങൾ ദുബായ് റോഡ്സ് അത്ര ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട, അത് എളുപ്പമാണ് ദുബായ് റോഡ്സ്. ബ്ലോക്കിന് മാത്രം നമ്മൾ മുന്നിൽ കണ്ടാൽ മതി. ഒരു ക്ഷമയാണ് മെയിനായിട്ട് ആവശ്യം ദുബായ് റോഡ് ഓടിക്കാനായിട്ട്. ഫസ്റ്റ് ആരാണെങ്കിലും ദുബായ് റോഡ്സ് നമ്മളിപ്പോൾ ഓടിക്കാൻ അറിയുന്ന ആളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരാൾ പറയും, സിമ്പിളാണ് ദുബായ് റോഡ്സ്. ഒരു പ്രോ ഡ്രൈവറിൻ്റെ അടുത്ത് ഞാനൊക്കെ പറയണേ ഇപ്പോൾ സിമ്പിളാണ് ദുബായ് റോഡ്സ് എന്ന് പറയും. പക്ഷേ സ്റ്റാർട്ടിങ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ദുബായ് റോഡ്സ് ചെറിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. സ്പീഡും ഇതൊക്കെ 1 മന്ത് ഒരു അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ റോഡ്സ് തെറ്റിലായിരിക്കും, എക്സിറ്റുകൾ തെറ്റാ. നമ്മളെല്ലാവരും മാപ്പ് ഇട്ട് ഓടിക്കണമല്ലേ. മാപ്പിട്ട് ഓടിക്കുമ്പോൾ ആപ്പിൽ ഗൂഗിൾ മാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഞാൻ ഇയേഴ്സായിട്ട് ഗൂഗിൾ മാപ്പ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിൽ എക്സിറ്റ്സ് ഒന്നും മനസ്സിലാവില്ല. ഈ വെയ്സ് മാപ്പ് ആൻഡ് സം അതർ യാങ്കോ ആൻഡ് അത് കറക്റ്റ് കാണിക്കുന്നവർ പറഞ്ഞു. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ഗൂഗിൾ മാപ്പ് അഡിക്റ്റഡാണ്. അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ ഇഷ്ടം പോലെ വഴി തെറ്റിയിട്ടുണ്ട്. എക്സിറ്റ് 1A 1B 1C അങ്ങനെ എക്സിറ്റ് അങ്ങനെ വരും. അപ്പോൾ ഈ മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവില്ല ഏത് എക്സിറ്റ് എടുത്താലും പോകാൻ പറ്റാത്തത്. ഞാൻ നല്ല തെറ്റിയിട്ടുണ്ട്. ആദ്യം മനസ്സിലാവുന്നത് സ്പീഡ് മനസ്സിലാവേണ്ട. ആൾക്കാർക്ക് കയറുന്ന സ്പീഡ് ഭയങ്കര സ്പീഡാണ്. അബുദാബിയിലുള്ള ആൾക്കാർക്കൊക്കെ ദുബായിൽ ഓടിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ദുബായിലെ ലൈൻ ചേഞ്ചും ദുബായിലെ ഫാസ്റ്റ്നെസ്സും സ്പീഡും എങ്ങനെയാണെന്നുള്ളത്. പ്രോ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് അതൊന്നും വിഷയമല്ല. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. സ്പീഡിൽ കടന്നില്ലെങ്കിൽ ഹോണടിയും ലൈറ്റടിയും കുറേ കേൾക്കും. പിന്നെ വഴി തെറ്റുന്നുള്ള എക്സിറ്റ് തെറ്റും. സ്പീഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് 1A 1Bയിലും 2 തെറ്റിയിട്ട് 3യിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഇവിടുത്തെ വഴികൾ പഠിക്കണം ഏറ്റവും നല്ലത്. അത്ര ബുദ്ധിമുട്ടുള്ള വഴികളില്ല. ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതും. പിന്നെ വേണ്ടത് ദുബായ് റോഡ്സ് നാട്ടിൽ കാണാൻ പറ്റാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ദുബായ് റോഡ്സ്. ദേറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ദുബായിൽ, ബർദുബായ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതൊക്കെ അവർക്ക് ഡയറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോസിൽ. ഞാൻ ബൈക്കല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാറുണ്ട്. ഇതൊക്കെ പോണ വഴിയാണ്. ഇതൊക്കെ ദുബായിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ട് മനസ്സിലായിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാവും. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഓടിക്കുന്ന ആൾക്കാർ ഡ്രൈവേഴ്സിനാണെങ്കിൽ എന്തായാലും മനസ്സിലാവും. ഇത് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വരാം ഫെസ്റ്റിവൽ സിറ്റി മാള്. ഞാൻ ഇവിടുന്ന് ഫെസ്റ്റിവൽ സിറ്റി മാളിന് ലെഫ്റ്റ് സൈഡിലൊക്കെ വരുന്നത്. ഇതിന് ഈ ദേറയ്ക്ക് പോണ വഴിയായിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ഇതായിരുന്നു ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ ഭാഗം. അതൊരു നല്ല രസമുള്ള മാളാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, DFC എന്ന് പറയും. ഇതുണ്ട്. ഇതിപ്പോൾ ഈ സിഗ്നല് ഇവിടുന്ന് തന്നെ സ്ട്രെയിറ്റ് ആണ്. അറ്റത്തൊരു വളവുണ്ട്, കർവ്. ആ കർവാണ് കയറി പോകേണ്ടത്. ആ കർവ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റെയ്ബാറ്റ് സ്ട്രീറ്റ് അങ്ങനത്തെ സ്ട്രീറ്റിലോട്ട് അതൊക്കെ കേട്ട് പരിചയമുള്ള സ്ട്രീറ്റുകൾ. റെയ്ബാറ്റ്, പിന്നെ ദേറ, പിന്നെ എയർപോർട്ടിൽ പോണ വഴി ഇതുണ്ട്. ഈ റൈറ്റ് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ മെയിൻ റോഡിലേക്ക് പോകാം. അതല്ല നമ്മൾ അങ്ങനത്തേക്ക് പോണ റോഡായിരിക്കും. ഈ റോഡ് നേരെ കയറി ഇറങ്ങി നേരെ ഒരു അണ്ടർ പാസോട് കയറാണ് വേണ്ടത്. അത് കഴിഞ്ഞ് നേരെ കയറുമ്പോൾ ഒരു കസബലാൻസ സ്ട്രീറ്റ് വരും. കസബലാൻസ സ്ട്രീറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഈ കാർഗോ വില്ലേജിലേക്ക് പോകണ ഏറ്റവും എളുപ്പമുള്ള വഴി. അങ്ങനെ വേണം പറയാനായിട്ട്. തിരക്കില്ലെങ്കിൽ അതൊരു സമാധാനപരമായിട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ഹൈവേ ഓടിച്ച് ഇത്തിരി ലോങ് ആയിട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേ നിങ്ങൾക്ക് സാലിക്കടച്ച് 4 ദിർഹംസ് സാലിക്കടച്ചിട്ട് പോകാം. എൻ്റെ ബൈക്കിന് 4 ദിർഹംസിന് സാലിക്കിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് 4 ദിർഹംസിന് എനിക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 2 ലിറ്റർ പെട്രോൾ കിട്ടും. അതിൽ നിന്ന് ലാഭം കിട്ടാൻ പോകുന്നത് വേണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്ററൊക്കെ ഉണ്ടാവും മാക്സിമം. എനിക്ക് 2 ലിറ്റർ പെട്രോളിന് വേണമെങ്കിൽ ഒരു 80 കിലോമീറ്റർ 60 കിലോമീറ്റർ മിനിമം ഓടാം. തന്നെ അതുകൊണ്ട് ഞാനിത് മെയിനിൽ ഓടിച്ചത്. സാലിക്ക് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റി കയറാണെന്നുണ്ടെങ്കിൽ പലരും പലപ്പോഴും തെറ്റി കയറിയിട്ടുണ്ടാവും സാലിക് റോഡിൽ കയറരുതെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ എക്സിറ്റ് തെറ്റിയിട്ടൊക്കെ സാലിക് റോഡിലൂടെ കയറി പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാനും കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കയറിയിട്ടില്ല. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇപ്പം എനിക്ക് വഴികൾ അറിയുന്നതുകൊണ്ട് ഞാൻ സാലിക് റോഡിലോട്ട് കയറില്ല. അതിന് മുമ്പുള്ള എക്സിറ്റുകൾ എടുത്ത് മാറും. അത് എക്സ്പീരിയൻസാണ്. ഒരാൾക്ക് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾക്ക് നടക്കും. ഞാൻ വേണ്ട സൈഡിലൂടെ വേണ്ട 3 പേര് ഈ റോഡിൽ ഇപ്പം പോകുന്നുണ്ട്. 3 പേരിൽ വണ്ടികളുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ആക്സിഡൻസ് ഉണ്ടാവും ഭയങ്കര. പിന്നെ ഈ റോഡിലൂടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഷാർജ EEE കിടക്കാം.
പിന്നെ ബനിയാസ് റോഡിലേക്ക് പോവാം. ബനിയാസ് റോഡിൽ നിന്ന് പിന്നെ നമ്മുടെ ദേറയുടെ കറക്റ്റ് ഭാഗം നൈഫ് ബനിയാസ് ആ ഭാഗത്തേക്ക് പോവാം. പിന്നെ ഇവിടുന്ന് ഷാർജയ്ക്കുള്ള എക്സിറ്റ്, പിന്നെ മംസാറിക്കുള്ള എക്സിറ്റ് ഉണ്ടാവും. പിന്നെ ഹോർലാൻഡ്സ്, പിന്നെ അബൂബക്കർ സിദ്ദിഖ്, പിന്നെ പോകാൻ പറ്റുന്നത് ദുബായ് ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടുന്ന് റൈറ്റ് പോയിട്ടാണ് ഈ എയർപോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നീളത്തിലാണ്. ആ ഒരു ഇപ്പുറത്തെ ഭാഗമാണ് ഈ ഒരു ട്രയാങ്കിൾ അല്ല, സോറി, റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീളത്തിലാണ് ഉള്ളത്. അതിൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ദേറയുടെ സൈഡ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ 2 ചെറിയ ഭാഗമല്ലേ, അതിലൊരു സൈഡ് ഇത്, അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇതാണ് വരാം റാഷിദി ആ ഭാഗമാണ് വരാം. മറ്റേത് ഈ 2 നീളത്തിലുള്ള റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ഭാഗങ്ങളിലാണ് എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ. അത് പിന്നെ ഊത്ത് സ്ട്രീറ്റ്, അങ്ങനെ ഈ അൽനാദ് സ്ട്രീറ്റിൻ്റെ ഒക്കെ ഇങ്ങനെ പോകുന്നത്, ആ മെട്രോ മൊത്തം പോകുന്നതൊക്കെ എയർപോർട്ടിൻ്റെ ഇത് തന്നെയാണ്. എയർപോർട്ട് മൊത്തം അറ്റം വരെ ഉണ്ട് എയർപോർട്ട്. അത് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ പോകുന്നത് എയർപോർട്ട് 1, 2, 3, എയർപോർട്ട് 1, ടെർമിനൽ 2 ഉണ്ട്. ടെർമിനൽ 1, 3 മെട്രോ ഉള്ളൂ. ബാക്കിയുള്ളടത്ത് എന്താ 2 മെട്രോ ഉണ്ടാവില്ല. ഇതിപ്പോൾ സ്ട്രെയിറ്റ് പോകുന്നു. സ്ട്രെയിറ്റ് പോയിട്ടൊരു സിഗ്നൽ കിട്ടും. ആ സിഗ്നലിലാണെന്ന് സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ കാർഗോ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള വഴിയാണ്. എനിക്ക് എവിടേക്കല്ല പോകേണ്ടത്, ഞാൻ കാർഗോ വില്ലേജിൻ്റെ അടുത്ത് ലെഫ്റ്റോട്ട് ഇങ്ങനെ നേരെ പോകും. ഇപ്പോൾ കാണും നിങ്ങൾ ഇതിൻ്റെ അടുത്തൊരു സിഗ്നൽ വരും. ആ സിഗ്നലിലോട്ട് നിർത്തി ഞാൻ വണ്ടി. അവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എമിറേറ്റ്സ് കാറ്ററിംഗ്, എമിറേറ്റ്സ് ഫ്ലൈറ്റ്, അങ്ങനെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഫോർവേഡിങ്, അതിൻ്റെ ഫോർവേഡിങ്ങിൻ്റെ മെയിൻ സ്ഥലമാണ് അത്. ഫ്രീ സോൺ പോലെ തന്നെയാണ്. കാർഗോ വില്ലേജ് എന്നാണ് അതിൻ്റെ പേര്. കാർഗോ വില്ലേജിൻ്റെ അപ്പുറത്തൊരു അമ്പർല അങ്ങനത്തെ ഒരു പറഞ്ഞ വേറെ ഉണ്ട്, ആ പേര് ഞാൻ മറന്നു. ഇതൊക്കെ നമ്മൾ കാർഗോ എടുക്കാനും കാർഗോ വരാനും ഫ്ലൈറ്റിലൂടെ വരുന്ന കാർഗോസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീലിങ് ഇവിടെ ഉണ്ട്. കുറേ വെയർ ഹൗസ് ഉണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഫ്രണ്ടിന് ഇവിടെ വെയർ ഹൗസ് ഉണ്ട്. എനിക്കറിയുന്ന വെയർ ഹൗസിൽ കുറേ ഉണ്ട്. DSV എന്നൊക്കെ പറഞ്ഞിട്ട്, UPS, എല്ലാത്തിനും കുറേ ആൾക്കാരുണ്ട്. പിന്നെ EV കാർഗോ. ഇതാണ് ഞാൻ പറഞ്ഞ സിഗ്നൽ. ഈ സിഗ്നലിൽ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ കാർഗോ വില്ലേജ്. ഞാൻ ലെഫ്റ്റ് പോകും. ലെഫ്റ്റ് പോയിട്ട് നേരെ അപ്പോൾ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ജിജിക്കോ അങ്ങനെയൊക്കെ മെട്രോൻ്റെ അടുത്തുണ്ടാവുക. ജിജിക്കോ എല്ലാം ചെറിയൊരു ഡൗട്ടുണ്ട്. മെട്രോ പോയിട്ടുള്ള കാലം മറന്നു, കുറേ നാളായി മെട്രോ പോയിട്ട്. മെട്രോയിൽ പോകണവർക്കും ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുന്ന് ഇപ്പോൾ നല്ല തിരക്കുണ്ടാവലുണ്ട്. പീക്ക് ടൈമിന് ഭയങ്കര തിരക്കുണ്ടാവലുണ്ട് ഈ വഴി, ഷാർജ വഴി. ഇത് ഇൻഫോർമേഷൻ നമ്മുടെ ഈ സാധാരണ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ വിചാരിക്കണ്ടോ എന്തൊക്കെ പറയണേ, ഇതൊക്കെ ഈ പറയണതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് അറിയാത്ത ആൾക്കാർക്ക് ഒരു ചെറിയ ബേസിക്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടും. ഇത് പിന്നെയുള്ളത് വിഷ്വലാണ്. നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് കണ്ട് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് എയർപോർട്ടിൻ്റെ ഭാഗം. ഇതാണ് ദുബായ് എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വിഷ്വൽ ഭയങ്കര ഇത്. പക്ഷേ നല്ല അപ്ഡേറ്റഡ് വീഡിയോസാണ്. ബിക്കോസ് ഇപ്പം എങ്ങനെയാണ് ദുബായ് എന്നുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നേ കണ്ടിട്ടുള്ള ദുബായിൽ ചിലപ്പോൾ നല്ല മാറ്റം തോന്നുന്നു. ഞാൻ തന്നെ ഒരു മാസം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ദുബായിൽ നല്ല മാറ്റങ്ങൾ കാണും. ഇതൊക്കെ അപ്ഡേറ്റഡ് ഇപ്പോൾ ഇടുന്നതിനുള്ളതൊക്കെ അപ്ഡേറ്റഡ് വീഡിയോസാണ്. പുതിയ സാലിക്ക് 2 വന്ന് ചിലർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് അറിയേണ്ട ആവശ്യമില്ല അവർക്ക്. നാട്ടിലുള്ള